നമസ്കാരം. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ എത്തിയതോടെ പാകിസ്ഥാന്റെ ഉറക്കം നഷ്ടപ്പെട്ടു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാകുന്നവരെ തിരഞ്ഞുപിടിച്ച് കൊല്ലുമ്പോൾ പിന്നിൽ റോ ആണെന്ന് പാകിസ്ഥാൻ ആരോപിക്കുമ്പോഴും പാകിസ്ഥാന്റെ കയ്യിൽ അത് തെളിയിക്കത്തക്ക രീതിയിലുള്ള ഒരു തെളിവുമില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ നടത്തിയ സ്ഫോടനങ്ങളുടെ സൂത്രധാരന്മാരെ എല്ലാം ഓരോ ദിവസവും വെടിയേറ്റ് മരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ദുരന്തർ 2 പുറത്തിറങ്ങിയതോടെ വിരളി പിടിച്ച പാകിസ്ഥാൻ പോലീസ്, പാകിസ്ഥാൻ സർക്കാരും വലിയ രീതിയിൽ വ്യാപകമായ പരിശോധനയൊക്കെ നടത്തിയെങ്കിലും അജ്ഞാതരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ അജ്ഞാതർ കൃത്യമായി തന്നെ അടുത്ത ടാർഗറ്റ് ലക്ഷ്യമാക്കി പണി കൊടുക്കുന്നുമുണ്ട്. അടുത്തിടെ ലഷ്കർ ഇ തോയ്ബ സ്ഥാപക നേതാവും ഇന്ത്യയിൽ നിരവധി ഭീകരാക്രമണങ്ങൾക്ക് പദ്ധതിയിട്ടിരുന്ന ഭീകരനുമായ അമീർ ഹംസ സമാന രീതിയിൽ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ദിവസമാണ്. കൂടാതെ ഇന്ത്യ ആക്രമിക്കുമെന്ന് പാകിസ്ഥാനിലെ ഒരു പൊതുപരിപാടിയിൽ പറഞ്ഞ് നാവ് വായിലിട്ട ഉടനെ തന്നെയാണ് ഹംസയുടെ നെഞ്ചത്ത് അജ്ഞാതർ വെടിവെച്ച് ചോര കൊണ്ട് കുളിപ്പിച്ച് കടത്തിയത്. കുറച്ചു നാളുകൾക്ക് മുമ്പ് ബംഗ്ലാദേശിലെ ജൻസി നേതാവ് ഷഹ്രീഖ് ഉസ്മാൻ ഹാദിയും അജ്ഞാത സംഘത്തിന്റെ തോക്കിന് ഇരയായിരുന്നു. ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങളുടെ പേരിൽ പ്രശസ്തനായിരുന്നു ഇയാൾ. ഉസാമൻ ഹാദിയുടെ മരണം വലിയ സംഘർഷങ്ങൾക്കാണ് തുടക്കമിട്ടത്. ഈ മരണങ്ങൾക്കെല്ലാം പിന്നിൽ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ റോ, അതായത് റിസർച്ച് ആൻഡ് അനലൈസിസ് വിംഗ് ആണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നുണ്ടെങ്കിലും വ്യക്തമായ തെളിവുകൾ ഒന്നും തന്നെ മാധ്യമങ്ങളുടെ കയ്യിൽ ഇല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിലുള്ള കേസുകളിൽ കുറ്റവാളികളെ ഉടനടി തിരിച്ചറിയാൻ സാധിക്കാത്തതിനാൽ നിരവധി ഗൂഢാലോചനകളും നിരവധി സിദ്ധാന്തങ്ങളും ഉടലെടുക്കുന്നുണ്ട്. ഈ കൊലപാതകങ്ങൾക്കെല്ലാം പിന്നിൽ പൊതുവായ വസ്തുത എന്നത് ഇന്ത്യ ഭീകരവാദികളെയോ അതോടൊപ്പം തന്നെ വിഘടനവാദികളായ പ്രഖ്യാപിച്ചവരെ ആണ് ലക്ഷ്യമിടുന്നത് എന്നതാണ്. കൊലപാതകങ്ങൾ നടക്കുന്നതാകട്ടെ മൂന്നാം കക്ഷി രാജ്യങ്ങളായ പാകിസ്ഥാനിലും കാനഡയിലുമൊക്കെയാണ്. പുൽവാമ ആക്രമണത്തിന് ശേഷമാണ് പാകിസ്ഥാനിൽ തീവ്രവാദികളുടെ വീടുകളിൽ കയറി ഇന്ത്യൻ സൈന്യം പണികൊടുത്തു തുടങ്ങിയത്. അതുവരെ, അതായത് കോൺഗ്രസിന്റെ ഭരണകാലത്ത് പാകിസ്ഥാന്റെ പോസ്റ്റുകളിലും മാത്രമാണ് ഇന്ത്യൻ സൈന്യത്തിന് വെടിവെപ്പ് നടത്താനുള്ള ഒരു അനുവാദം കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ 2023 പഠാൻകോട്ട് ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഷാഹിദ് ലത്തീഫ് പാകിസ്ഥാനിലെ സിയാൽകോട്ടിൽ വെച്ച് അജ്ഞാതരിന്റെ വെടിയേറ്റ് കൊല്ലപ്പെടുന്ന ഒരു സംഭവമുണ്ടായിരുന്നു. ജമ്മു കാശ്മീരിൽ സുരക്ഷാ സേനയ്ക്ക് സ്ഥിരം തലവേദനയായിരുന്ന ലഷ്കർ ഭീകരൻ അദാൻ അഹമ്മദ്, ഇന്ത്യയിൽ വിവിധ ഭീകരവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരുന്ന റിയാസ് അഹമ്മദ്, ഖലിസ്ഥാൻ കമാൻഡോ ഫോഴ്സ് നേതാവായ പരംജിത് സിംഗ് എന്നിവരും അജ്ഞാതരുടെ വെടിവെപ്പിൽ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. സമാന സംഭവങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളിലേക്കും വ്യാപിച്ചതോടെ നയതന്ത്ര ബന്ധങ്ങളിലും കാര്യമായ പ്രതിസന്ധികൾ ഉടലെടുത്തിരിക്കുകയാണ്. ഖലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിസാർ സെറിയിലെ ഗുരുദ്വാരയ്ക്ക് സമീപത്ത് വെച്ചാണ് അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. അന്ന് കാനഡയുടെ പ്രധാനമന്ത്രി ഇന്ത്യൻ ഏജന്റുമാരാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് ഒരു ആരോപണം ഉണ്ടായിരുന്നു. ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദും CIA-യും പ്രയോഗിക്കുന്ന എതിരാളികൾ ആക്രമിക്കുന്നതിന് മുമ്പ് അവരെ തിരഞ്ഞുപിടിച്ച് ഇല്ലാതാക്കുക എന്ന തന്ത്രമാണ് ഇന്ത്യ പ്രയോഗിക്കുന്നതെന്നാണ് ചില അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ ആരോപിക്കുന്നത്. എന്നാൽ അന്ന് കാനഡ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതായത് നിജാറിന്റെ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യയാണ് എന്നൊക്കെ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ ഇന്ത്യയും അതോടൊപ്പം തന്നെ വിദേശകാര്യ മന്ത്രാലയവും ഇന്റലിജൻസും റോയും ഒക്കെ കാനഡയോട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. തെളിവ് നമ്മുടെ മേശപ്പുറത്തേക്ക് വെക്കൂ, അല്ലെങ്കിൽ നമുക്ക് തെളിവ് തരൂ, നമ്മളാണ് ഇന്ത്യയാണ് കൊന്നത് എന്നതിന്റെ തെളിവ് തന്നിട്ട് നിങ്ങൾ ബാക്കി സംസാരിക്കൂ, എന്നാൽ നമ്മൾ സമ്മതിക്കാം നമ്മളാണ് കൊന്നതെന്ന്. വെറുതെ ആരോപണങ്ങൾ മാത്രം ഇന്ത്യക്ക് നേരെ പടച്ചുവിടുന്നത് ശരിയല്ല എന്ന് ഇന്ത്യ ശക്തമായി പറഞ്ഞതോടുകൂടിയാണ് തെളിവൊന്നുമില്ലാതെ ഇനി വെറുതെ സംസാരിച്ചിട്ട് കാര്യമില്ല, കാരണം ഇത് പഴയ ഇന്ത്യയല്ല പുതിയ ഒരു ഭാരതമാണ് എന്ന് കാനഡയ്ക്കും മനസ്സിലായത്.